ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBIക്കെതിരെ വടിയെടുത്ത് സുപ്രീം കോടതി. വിധി പറഞ്ഞ 26 ദിവസം കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പിലാക്കാത്തതിൽ വിമർശനം. ഉത്തരവ് നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയെന്നും കോടതി. ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരുടെ വിവരം നാളെ തന്നെ കൈമാറണം. വിവരങ്ങൾ കൈമാറാൻ സാവകാശം തേടിയുള്ള ഹർജി തള്ളി. CPIMനെതിരെ വീണ്ടും S. രാജേന്ദ്രൻ. പാർട്ടി അംഗത്വം പുതുക്കാൻ നേതാക്കൾ വീട്ടിലെത്തിയത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും നടപടിയെടുക്കില്ലെന്ന് എന്താണ് ഉറപ്പെന്നും രാജേന്ദ്രൻ. വീണ്ടും ഇവർ ചതിക്കില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ നിലനിർത്തി അത് കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരു വലിയ നോട്ടീസ് അടിച്ചങ്ങ് ഇറക്കിയാൽ എന്തിനും പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ മതി. എന്തിനും ആ ഒരു സർക്കുലറിലൂടെ പാർട്ടി സഹാക്കളെ ബോധ്യപ്പെടുത്തിയാൽ മതി. സസ്പെൻഷൻ നടപടി തന്റെ ഭാഗം കേട്ടില്ലെന്നും വിമർശനം. കോൺഗ്രസിനെതിരെ വീണ്ടും പത്മജ വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുൻ DCC പ്രസിഡന്റ് 22 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്ന ആരോപണം. തൃശൂരിൽ മുരളീധരനെ കോൺഗ്രസ് തന്നെ തോൽപ്പിക്കുമെന്നും പത്മജ. പണം വാങ്ങിയെന്ന ആരോപണം തള്ളി അന്നത്തെ DCC പ്രസിഡന്റ് MV വിൻസെന്റ്. കേരള സർവകലാശാല കലോത്സവം സംഘർഷത്തിൽ നടപടി. SFI KSU പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. കേസ് ജില്ലാ ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെ. ഓസ്കറിൽ തിളങ്ങി ചിത്രം ഓപ്പൺഹൈമർ. മികച്ച ചിത്രം, നടൻ, സംവിധായകൻ ഉൾപ്പെടെ ഓപ്പൺഹൈമറിന് 7 പുരസ്കാരങ്ങൾ. സഹനടനുള്ള പുരസ്കാരം റോബർട്ട് ഡൗണി ജൂനിയറിന്. മികച്ച നടി പ്യുവർ തിങ്സ് താരം എമ്മ സ്റ്റോൺ.